നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിലാണ്. കൊല്ലം ജില്ലയിലെ 8.5 ലക്ഷത്തോളം ആളുകളാണ് ഈ തടാകത്തിലെ ജലം പ്രതിദിനം കുടിക്കുന്നത്. ഈ തടാക തീരത്ത് ഒരു ശ്മശാനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതായി അറിഞ്ഞു. അതെന്താണെന്നുള്ളത് വൈറ്റ് സ്വാൻ TV അന്വേഷിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ട, മൈനാഗപ്പള്ളി, പടിഞ്ഞാറേക്കലയുടെ പഞ്ചായത്തുകളിലായിട്ടാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ട തടാകത്തിന് ചുറ്റും 21ഓളം കുന്നുകളാണ് ഉണ്ടായിരുന്നത്. അത് ഈ തടാകത്തെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് ഈ കുന്നുകളാണ്. മഴ പെയ്യുമ്പോൾ വീഴുന്ന വെള്ളം ഈ കുന്നുകളിൽ നിന്നോട് ഒലിച്ചിറങ്ങി കായലിലേക്ക് കെട്ടിക്കിടക്കുകയാണ്. ഇതെങ്ങും ഒഴുകി വരുന്ന വെള്ളമല്ല, ഇവിടുന്ന് തന്നെ ഉറവകൾ രൂപപ്പെട്ട ആ ഉറവകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് തടാകത്തിലുള്ളത്. എനിക്ക് പിന്നിലൊരു ടവർ നിൽപ്പുണ്ട്. ഈ ടവറിന് ചുറ്റും കാണാം കല്ല് വെട്ടിയിട്ട് അതിൻ്റെ ബാക്കി 10 ഇപ്പോൾ ഉള്ളൊരു സ്ഥലം നിൽക്കുന്നത്. ഈ പ്രദേശത്താണ് ഇപ്പോൾ ശ്മശാനം പണിയുന്നത്. ഈ ശ്മശാനം തടാകത്തിൽ നിന്ന് ഒരു 15 മീറ്ററോളം മാത്രമാണ് ദൂരമുള്ളത്. ഇതിന് ചുറ്റും വീടുകളുണ്ട്. പാവപ്പെട്ടവരാണിവിടെ, നമുക്ക് ശ്മശാനം അത്യാവശ്യമാണ്. പക്ഷേ ശാസ്താംകോട്ടെ കായലിൻ്റെ തീരത്ത് ഞങ്ങൾക്ക് ശ്മശാനം ആവശ്യമില്ല. അപ്പോൾ ഈ ജനവാസ മേഖലയിൽ തന്നെ ഇവർക്ക്